സിനിമ ഒരു അത്ഭുതമായി തോന്നിയത് ഈ സിനിമ കണ്ടതിന് ശേഷമാണ്. ക്രിസ്റ്റഫർ നോളന്റെ ഇന്റർസ്റ്റെല്ലാർ ഒരു സിനിമയുടെ എല്ലാ മേഖലകളിലും ഒരുപോലെ മികവ് പുലർത്തിയ, എല്ലാ മേഖലകളിലും നോക്കിയാലും പെർഫെക്റ്റ് നമുക്ക് പറയാൻ കഴിയുന്ന ഒരു സിനിമ. 2014 റിലീസായി 2025 ഇപ്പോൾ 10 വർഷങ്ങൾക്ക് ശേഷവും മാസ്റ്റർ പീസായി നിലകൊള്ളുന്ന സിനിമ. 10 വർഷങ്ങൾക്ക് ശേഷം 2025 റീ റിലീസ് ചെയ്യാൻ പോകുമ്പോൾ ഇന്ത്യയിൽ ഇതുവരെയുള്ള എല്ലാ റീ റിലീസുകളുടെയും ചരിത്രം തിരുത്തി കുറിച്ചിരിക്കുന്ന സിനിമ. എന്തുകൊണ്ടാണ് ഇന്റർസ്റ്റെല്ലാർ 10 വർഷങ്ങൾക്ക് ശേഷം ഇപ്പോഴും ഭയങ്കരമായിട്ട് സെലിബ്രേറ്റ് ചെയ്യപ്പെടുന്നത്? എന്തുകൊണ്ട് എല്ലാവരും ഇന്റർസ്റ്റെല്ലാറിനെ ഇപ്പോഴും ഇഷ്ടപ്പെടുന്നു? നമുക്ക് നോക്കാം. ഇന്റർസ്റ്റെല്ലാർ ഒരു സയൻസ് ഫിക്ഷൻ സിനിമയാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷേ ഈ സിനിമയെ ഇന്നും പ്രിയപ്പെട്ടതാക്കുന്നത് സയൻസ് ഫിക്ഷന് പുറമേയുള്ള സ്റ്റോറി ടെല്ലിംഗ് ആണ്. ഒരു സയൻസ് ഫിക്ഷൻ സിനിമ എന്നതിലുപരി ലവിന്റെയും സാക്രിഫൈസിന്റെയും സർവൈവലിന്റെയും ഒക്കെ ഡീപ്പ് ഇമോഷൻസ് ഓഡിയൻസിലേക്ക് കൺവേ ചെയ്യുന്ന ഒരു സിനിമയാണ് ഇന്റർസ്റ്റെല്ലാർ. യൂണിവേഴ്സിലെ പല ഭാഗങ്ങളിലൂടെയും സിനിമ സഞ്ചരിക്കുന്നുണ്ടെങ്കിലും സിനിമയുടെ കോർ എന്ന് പറയുന്നത് ഒരു അച്ഛന്റെയും മകളുടെയും റിലേഷൻഷിപ്പാണ്. അതായത് കൂപ്പറിന്റെയും മർഫിയുടെയും ലവ്. പണ്ടൊരു ഇന്റർവ്യൂവില് രാജമൗലി പറഞ്ഞൊരു കാര്യമുണ്ട്, ഏതൊരു സിനിമയാണെങ്കിലും ആ സിനിമയിലെ ഹ്യൂമൻ ഇമോഷൻസ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുകയാണെങ്കിൽ ഓഫ് കോഴ്സ് ഓഡിയൻസിന് അത് ഇഷ്ടപ്പെടും എന്നുള്ളത്. അത് തന്നെയാണ് ഇന്റർസ്റ്റെല്ലാറിന്റെയും വിജയരഹസ്യം. സയൻസ് ഫിക്ഷനും ആക്ഷനും സർവൈവലിനോടൊപ്പം തന്നെ ഹ്യൂമൻ ഇമോഷൻസ് വളരെ മികച്ച രീതിയിൽ ബ്ലെൻഡ് ചെയ്തേക്കുന്നത് ഈ സിനിമയെ ഇന്നും ആൾക്കാർക്ക് പ്രിയങ്കരമാക്കുന്നതിന് കാരണമാണ്. രണ്ടാമത്തെ കാരണം എന്ന് പറയുന്നത് ക്രിസ്റ്റഫർ നോളന്റെ ജീനിയസ് സ്റ്റോറി ടെല്ലിംഗ് ആണ്. ക്രിസ്റ്റഫർ നോളന്റെ സിനിമകൾ കാണുന്നവർക്ക് അല്ലെങ്കിൽ കണ്ടിട്ടുള്ളവർക്ക് മനസ്സിലാവും എത്ര മനോഹരമായിട്ടാണ് അയാൾ ആ സ്റ്റോറി എക്സിക്യൂട്ട് ചെയ്യുന്നതും എത്ര മനോഹരമായിട്ടാണ് അയാൾ ആ വേൾഡ് ബിൽഡ് ചെയ്തേക്കുന്നതും. അതുപോലെ തന്നെയാണ് ഈ സിനിമയും വന്നേക്കുന്നത്. സയൻസ് ഫിക്ഷന്റെ ഒരു പെർഫെക്റ്റ് ഷോക്കേസ് ആണ് ഈ സിനിമ എന്ന് പറയുന്നത്. അതിനോടൊപ്പം തന്നെ വളരെ പെർഫെക്റ്റ് ആയിട്ടുള്ള രീതിയിൽ ഹ്യൂമൻ ഇമോഷൻസ് കൂടെ ബ്ലെൻഡ് ചെയ്തപ്പോൾ ഒരു മികച്ച സിനിമാറ്റിക് എക്സ്പീരിയൻസ് തന്നെ നമുക്ക് ഈ സിനിമയിൽ കിട്ടി. ഓരോ സമയം കാണുമ്പോഴും നമ്മുടെ ഓരോ ഇമോഷൻസിനെയാണ് ഈ സിനിമ ട്രിഗർ ചെയ്യുന്നത്. ചിലപ്പോൾ സന്തോഷമായിരിക്കും, ചിലപ്പോൾ സാഡ്നെസ് ആയിരിക്കും, ചിലപ്പോൾ ത്രില്ലിംഗ് ആയിരിക്കും. അങ്ങനെ പല രീതിയിലാണ് ഓരോ വാച്ചിലും ഈ സിനിമ നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്. റിയൽ ആയിട്ടുള്ള സയന്റിഫിക് തിയറീസ് തന്നെയാണ് ക്രിസ്റ്റഫർ നോളൻ ഈ സിനിമയിൽ ഉപയോഗിച്ചിട്ടുള്ളത്. അതിനുവേണ്ടി അദ്ദേഹം എടുത്തിട്ടുള്ള റിസർച്ച് അപ്രിഷിയേറ്റ് ചെയ്യേണ്ടതാണ്. കാരണം ബ്ലാക്ക് ഹോൾ, വേം ഹോൾ എന്നത് ലോകം ഇതുവരെ കണ്ടിട്ടില്ലാത്ത സമയത്താണ് അയാൾ ആ ബ്ലാക്ക് ഹോളും വേം ഹോളും സിനിമയിൽ കാണിച്ചിരിക്കുന്നത്. പക്ഷേ വർഷങ്ങൾക്ക് ശേഷം നാസ ഒരു ബ്ലാക്ക് ഹോളിന്റെ ഇമേജ് ഡിസ്കവർ ചെയ്തപ്പോൾ ക്രിസ്റ്റഫർ നോളൻ വർഷങ്ങൾക്ക് മുമ്പ് ഇന്റർസ്റ്റെല്ലാറിൽ എന്താണോ കാണിച്ചത് അത് തന്നെയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. അത്ര പെർഫെക്റ്റ് ആയിട്ടാണ് സയൻസ് തിയറീസിനെ ക്രിസ്റ്റഫർ നോളൻ പഠിച്ചതും ഈ സിനിമയിൽ എക്സിക്യൂട്ട് ചെയ്തതും. അതുതന്നെയാണ് ഈ സിനിമയെ ഒരു സയൻസ് ഫിക്ഷൻ സിനിമ എന്ന രീതിയിൽ ഏറ്റവും മികച്ച രീതിയിൽ തന്നെ സ്റ്റാൻഡ് ഔട്ട് ചെയ്യുന്നത്. അടുത്ത കാര്യം എന്ന് പറയുന്നത് ഒരു കാരണവശാലും ഇന്റർസ്റ്റെല്ലാറിൽ നിന്ന് ഒഴിവാക്കാൻ പറ്റാത്ത ഒന്നാണ് ഹാൻസ് സിമ്മറിന്റെ മ്യൂസിക്. ഇന്റർസ്റ്റെല്ലാറിലെ ഡോക്കിംഗ് സീനും കോൺഫീൽഡ് ചേസ് സീനും ക്ലൈമാക്സ് സീനൊക്കെ കണ്ടവർക്ക് മനസ്സിലാവും മ്യൂസിക് എത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആണ് ഈ സിനിമയിൽ എന്നുള്ളത്. വളരെ മനോഹരമായിട്ട് മ്യൂസിക്കിലൂടെ കഥ പറയുന്ന ഒരു സിനിമ കൂടിയാണ് ഇന്റർസ്റ്റെല്ലാർ. അതുകൊണ്ട് തന്നെ ഹാൻസ് സിമ്മറിന്റെ മ്യൂസിക് വർക്കാണ് ഈ സിനിമയുടെ ഏറ്റവും വലിയ ബാക്ക് ബോണുകളിൽ ഒന്ന്. അതില്ലെങ്കിൽ ഇന്റർസ്റ്റെല്ലാർ ഇല്ല. സോ ഇന്റർസ്റ്റെല്ലാർ എത്രമാത്രം നമുക്ക് പ്രിയപ്പെട്ടതാണോ അത്രയും തന്നെ പ്രിയപ്പെട്ടതായിരിക്കും ഹാൻസ് സിമ്മറിന്റെ ഓരോ മ്യൂസിക് വർക്കും. അടുത്ത കാര്യം എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് ഇന്റർസ്റ്റെല്ലാറിന്റെ ക്ലൈമാക്സ്. ഒരു നോർമൽ സൈഫൈ സിനിമ തീരുന്ന പോലെ തീരുമെന്ന് വിചാരിച്ചിരിക്കുന്നിടത്താണ് വളരെ ഭയങ്കരമായിട്ട് ഇമോഷണലി നമ്മളെ ഹുക്ക് ചെയ്യുന്ന രീതിയിൽ ഈ സിനിമ അവസാനിക്കുന്നത്. മർഫിൻ്റെയും കൂപ്പറിൻ്റെയും കണ്ടുമുട്ട് നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്തൊരു സാധനമാണ് അവിടെ സംഭവിക്കുന്നത്. അവിടെ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഉള്ളിൽ മനുഷ്യനാണെങ്കിൽ ഇമോഷൻസ് ഉണ്ടാവും. ആ ഇമോഷൻസിനെ മുഴുവനായിട്ട് ഹോണ്ട് ചെയ്യുന്ന രീതിയിലാണ് ക്രിസ്റ്റഫർ നോളൻ ആ സീൻ എടുത്തേക്കുന്നത്. ഇന്റർസ്റ്റെല്ലാർ ആദ്യമായിട്ട് കണ്ടിട്ടുള്ള എല്ലാവരും ഒരു തുള്ളി കണ്ണീരെങ്കിലും ആ ക്ലൈമാക്സ് സീനിൽ അവരുടെ മുഖത്ത് വന്നിട്ടുണ്ടായിരിക്കും. ഇല്ലെങ്കിൽ അവൻ മനുഷ്യനല്ല. അങ്ങനെ ഭയങ്കരമായിട്ട് ഇമോഷണലി നമ്മളെ ഹുക്ക് ചെയ്തുകൊണ്ടാണ് ഈ സിനിമ അവസാനിക്കുന്നത്. അതുകൊണ്ട് തന്നെ എത്ര തവണ ഈ സിനിമ കണ്ടാലും നമുക്ക് മടുക്കില്ല. കാരണം അത്രമാത്രം നമ്മൾ ഇമോഷണലി ആ ഒരു ക്യാരക്ടേഴ്സിനോടും അവരുടെ യാത്രയ്ക്കും അവരുടെ സർവൈവലിനും ഒക്കെ നമ്മൾ അറ്റാച്ച്ഡ് ആയി കഴിഞ്ഞു. ഇത്ര പെർഫെക്റ്റ് ആയിട്ടാണ് ആ ക്ലൈമാക്സിലെ ഇമോഷൻസ് ബ്ലെൻഡ് ചെയ്തിരിക്കുന്നത്. ഇമോഷൻസ് മാത്രമല്ല, ആ കൂട്ടത്തിൽ സയന്റിഫിക് തിയറീസും ക്രിസ്റ്റഫർ നോളൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. വളരെ പെർഫെക്റ്റ് ആയിട്ടാണ് ഈ തിയറീസും അതുപോലെ ഇമോഷൻസും ബ്ലെൻഡ് ചെയ്തിരിക്കുന്നത്. അത് തന്നെയാണ് ഇന്റർസ്റ്റെല്ലാറിന്റെ ഏറ്റവും മികവ് എന്ന് പറയുന്നത്. ഒരുപാട് സയൻസ് ഫിക്ഷൻ സിനിമകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. സയന്റിഫിക്കലി നോക്കുമ്പോൾ അതൊക്കെ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരിക്കും, ഭയങ്കര അടിപൊളിയായിരിക്കും. പക്ഷേ ഹ്യൂമൻ ഇമോഷൻസ് പ്ലസ് സയൻസ് ഫിക്ഷൻ ഇത്ര മനോഹരമായിട്ട് ബ്ലെൻഡ് ചെയ്തിരിക്കുന്ന വേറൊരു സിനിമ ഇന്റർസ്റ്റെല്ലാർ അല്ലാതെ നമുക്ക് കാണാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെയാണ് വേറെ ഒരു സയൻസ് ഫിക്ഷൻ സിനിമയ്ക്കും കിട്ടാത്ത ഒരു സ്വീകാര്യതയും ഒരു സ്നേഹവും ഇന്റർസ്റ്റെല്ലാറിന് ഇപ്പോഴും കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഇങ്ങനെയുള്ള ഒരുപാട് കാരണങ്ങൾ കൊണ്ടാണ് വർഷങ്ങൾക്ക് ശേഷം ഇപ്പോഴും ഇന്റർസ്റ്റെല്ലാർ എല്ലാവരുടെയും ഫേവറേറ്റ് ആയിരിക്കുന്നത്. ഇന്റർസ്റ്റെല്ലാർ പറയുന്ന സയൻസിനോട് മാത്രമല്ല, ഇതുവരെ ഒരുപാട് സിനിമകൾ റീ റിലീസ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇന്റർസ്റ്റെല്ലാറിന് ഇപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു സ്വീകാര്യത ഇതുവരെ ഒരു റീ റിലീസിനും കിട്ടിയിട്ടില്ല, ഇനി കിട്ടാനും പോകുന്നില്ല. കാരണം കണ്ടവർ വീണ്ടും 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 കാണാൻ ആഗ്രഹിക്കുന്നതാണ് ഇന്റർസ്റ്റെല്ലാറിന്റെ മാജിക്.